വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ഒരുപോലെ ഭീഷണി സൃഷ്ടിച്ച് ഹൊസങ്കടി ആനക്കൽ റോഡിൽ കൂറ്റൻ മരങ്ങൾ. ഉണങ്ങിയ നിരവധി മരങ്ങളാണ് ചില്ലകൾ താഴ്ന്ന് ഏത് സമയവും നിലംപൊത്താൻ അപാകത്തിൽ അപകടാവസ്ഥയിലുള്ളത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി വീണ് അപകടങ്ങൾ നിത്യസംഭവമാകുമ്പോൾ വാഹനയാത്രക്കാർക്കും വഴിയാത്രക്കാർക്കും ഒരുപോലെ ഭീഷണി ഉയർത്തിക്കൊണ്ട് ഹൊസങ്കടി ആനക്കൽ റോഡരികിൽ നിരവധി കൂറ്റൻ മരങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. പൊതുമരാമത്ത് പാതയിലെ ദുഗ്ഗിപ്പള്ള, കടമ്പാർ വളവ്, ഗാഡിനഗർ, മൊർത്തണ എന്നിവിടങ്ങളിലാണ് ഉണങ്ങിയ നിരവധി കൂറ്റൻ മരങ്ങൾ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത്. നൂറുകണക്കിന് മരങ്ങൾ ചില്ലകൾ താഴ്ന്ന് ഏത് സമയവും നിലംപൊത്താൻ പാകത്തിലാണുള്ളത്. കർണാടക സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന ഭാഗത്തേക്കുള്ള പാത ആയതിനാൽ നൂറുകണക്കിന് ബസ്സുകളും അതിനേക്കാൾ ഏറെ മറ്റു വാഹനങ്ങളും ഇടതടവില്ലാതെ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. പാതയോട് ചേർന്ന് ഹൈടെൻഷൻ ലൈനും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിനു മുകളിലായാണ് ഗാഡിനഗർ ഭാഗത്ത് നിരവധി ഉണങ്ങി പാകമായ മരങ്ങളുടെ നിൽപ്പ്. മരം മുറിച്ചു മാറ്റിയില്ലെങ്കിൽ കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ വലിയൊരു അപകടത്തിന് ഇടയാക്കുമെന്ന് നാട്ടുകാർ ആശങ്കപ്പെടുന്നു. ഞങ്ങൾ ഈ ഹൊസങ്കടിയിൽ നിന്ന് ഏകദേശം മജിർപ്പള്ളി വരെയുള്ള ഈ റോഡ് സൈഡിൽ ഫുള്ള് മരങ്ങൾ. എല്ലാ സമയത്തും ഒരു മഴ കാറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളെ മേഖലയിലുള്ള മരങ്ങളെല്ലാം റോഡിലേക്ക് വീഴുന്നൊരു സംഗതിയാണ് കാണുന്നത്. മരം വീഴുമ്പോൾ നാട്ടുകാരെല്ലാം കൂടും, അപ്പം തന്നെ എടുത്തിട്ട് സൈഡിലാക്കുന്ന ഒരു പരിപാടി ഞങ്ങളുണ്ട്. പിന്നെ കറണ്ടുകാരെ ബന്ധപ്പെടും, അവർ മാക്സിമം നമ്മൾ കൂടി ചെയ്തിട്ട് നമ്മളെ ലൈനെല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു ചെറിയ മഴ വന്നു കഴിഞ്ഞാലും ഒരു കാറ്റ് വന്നു കഴിഞ്ഞാലും ഈ റോഡ് സൈഡിലുള്ള എല്ലാ മരവും കറണ്ടിൻ്റെ KCBിൻ്റെ ലൈനിലേക്ക് വേണ്ടി 2 ദിവസം 3 ദിവസം കറണ്ട് ഇല്ലാത്ത സ്ഥിതിവിശേഷവും ഞങ്ങൾ ഈ ഭാഗത്തുണ്ട്. അപ്പോൾ ഇതിന് അധികാരികളൊന്ന് കണ്ണു തുറന്നിട്ട് ഇതിലേക്ക് എന്തെങ്കിലും പ്രത്യേക സൊല്യൂഷൻ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇത് മരം കൊണ്ട് ഒരാൾക്കും ഒരു ഗുണമില്ലാത്തൊരു സ്ഥിതിയാണ്. ഇത് മഴക്കാലത്ത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാകുന്നുള്ളൊരു സ്ഥിതിവിശേഷമുണ്ട്. ആയതിനാൽ ഇതിലേക്ക് അധികാരികൾ നല്ല രീതിയിലുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഇതിനെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ സ്ഥിരമായി പോകുന്ന വഴിയിൽ അപകടം പതിയിരിക്കുന്ന കാര്യം നാട്ടുകാർ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ല. കയറ്റവും വളവും നിറഞ്ഞ പാതയിൽ പലയിടത്തും അപകടകരമാം വിധം നൂറുകണക്കിന് മരങ്ങൾ റോഡിലേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം മൊർത്തണക്ക് സമീപം കൂറ്റൻ അക്കേഷ്യ മരം കടപുഴകി വീണ് സോളാർ പ്ലാന്റിൽ നിന്നുള്ള വൈദ്യുതി ലൈനിലേക്കും ഹൈടെൻഷൻ ലൈനിലേക്കും പതിച്ച് നിരവധി വൈദ്യുതി തൂണുകൾ തകർന്നിരുന്നു. തലനാരിഴക്കാണ് അന്ന് വാഹനങ്ങൾ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ചെറിയൊരു കാറ്റടിച്ചാൽ ഇവിടെ വൈദ്യുതി നിലക്കുന്നത് മറ്റൊരു പ്രശ്നമാണ്. ബസ് കാത്തു നിൽക്കുന്ന ഷെൽട്ടറുകൾക്ക് സമീപം റോഡിലേക്ക് തള്ളി നിൽക്കുന്ന നിരവധി മരങ്ങൾ റോഡിൽ പതിക്കുന്നത് പതിവാണ്. വലിയ അപകടം ക്ഷണിച്ചു വരുത്തുന്നതിനു മുമ്പ് ഇത്തരം മരങ്ങൾ വെട്ടിമാറ്റാൻ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.